ഫ്രണ്ട്സ്, വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്താ സന്തോഷം എന്നല്ലേ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയാം. ബേസിക്കലി ഞാൻ പാലക്കാട് ഡിസ്ട്രിക്റ്റുകാരനാണ്. തൃത്താല ഹൈസ്കൂളിലാണ് ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത്. അതിനുശേഷം ഡിഗ്രിയും പി ജിയും ഞാൻ പൊന്നാനി MES ചെയ്തു. ഫിസിക്സ് ആയിരുന്നു സബ്ജക്റ്റ്. ദെൻ PG കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി. ട്രിവാൻഡ്രത്ത് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിലാണ് ജോലി കിട്ടിയത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ടീച്ചേഴ്സിനെ പരിചയപ്പെട്ടു, ഒരുപാട് നല്ല കുട്ടികളെ കണ്ടു, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പാരന്റ്സിനെ കണ്ടു, കുട്ടികളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള പാരന്റ്സിനെ കണ്ടു. ഇവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, ഒരു ഡീംഡ് പബ്ലിക് യൂണിവേഴ്സിറ്റിയെ കുറിച്ച്, ബാംഗ്ലൂർ IIS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. സന്തോഷം അത് തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഈ ബാംഗ്ലൂരുള്ള IIS ഒന്ന് പോകണം, അവിടെ എന്തൊക്കെ നടക്കുന്നു, അവിടെ നടക്കുന്ന റിസർച്ചുകൾ എന്താണ്, അവിടെ പോയാൽ എന്താ പഠിക്കാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പോകാൻ പറ്റിയില്ല. പല പ്രാവശ്യം പോകാൻ തീരുമാനിച്ചെങ്കിലും പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞ മാസം ഞാനും എൻ്റെ സുഹൃത്ത് ഡോക്ടർ ജോൺ ലാലും കൂടെ അവിടെ പോയി. അതാണ് സന്തോഷം. ആരെ കാണാൻ? ഞങ്ങൾ പഠിപ്പിച്ച കുറേ കുട്ടികളുണ്ട് അവിടെ, അവരെ കാണാൻ പോയതാ. ആ കൂട്ടത്തിൽ അവരെന്ത് ചെയ്തു, ഞങ്ങൾക്ക് ആ ക്യാമ്പസൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനുള്ള ഭാഗ്യം കിട്ടി ഞങ്ങൾക്ക്. അതാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, ദെൻ ബാംഗ്ലൂർ IIS കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ്. അറൌണ്ട് 400 ഏക്കേഴ്സിൽ പരന്നു കിടക്കുന്ന ഒരു സാമ്രാജ്യമാണ്. 1909 സ്റ്റാർട്ട് ചെയ്തു. ആദ്യകാലങ്ങളിൽ അത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ അത് IIS ആയിട്ട് മാറി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആയിട്ട് മാറി. ബേസിക്കലി അവർ പ്രൊമോട്ട് ചെയ്യുന്നത് റിസർച്ചാണ്, മൾട്ടിപ്പിൾ ഡൊമൈനിലുള്ള റിസർച്ച്. അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എന്താണ് റിസർച്ച് കൊണ്ടുള്ള ഗുണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് കാണുന്ന ടെക്നോളജീസ് കംപ്ലീറ്റ്, ടെക്നോളജി ഒന്നും വേണ്ട, നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പണ്ട് കാലത്ത് ആരൊക്കെയോ, അതായത് ഒരു തരത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർ, അവർ കണ്ടെത്തിയ കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാ പറഞ്ഞത്, ബാംഗ്ലൂർ IIS ബേസിക്കലി ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മെയിൻലി ഫ്യൂച്ചർ ലീഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഫ്യൂച്ചർ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, നോട്ട് ഡെവലപ്ഡ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? വെൽത്ത് ക്രിയേഷൻ വേണം. വെൽത്ത് ക്രിയേഷൻ വേണമെങ്കിൽ എന്ത് നടക്കണം? ഒരുപാട് റിസർച്ചുകൾ നടക്കണം. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ സ്കിൽസ്, നമ്മുടെ ജീവിതം എത്ര നിലവാരം ഉയർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവരണം. ദെയർബൈ ഹ്യൂമൻ വെൽഫെയർ. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ട് ഇന്ത്യയിൽ. അതിൽ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് ബാംഗ്ലൂർ IIS ആണ്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ റെഡിയാണല്ലോ ബാംഗ്ലൂർ IIS കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ? ക്യാമ്പസിൽ എത്തുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ കോളേജ്, നമ്മുടെ നാട്ടിലേക്ക് കോളേജുകളിൽ കാണുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ ഒരു ഡൊമൈൻസിലാണ് മെയിൻലി റിസർച്ചസ് നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു കുന്നോളം ബ്രാഞ്ചസ് ഉണ്ട്. ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, ദെൻ കമ്പ്യൂട്ടർ സയൻസ്, ദെൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടൈപ്പ് കോഴ്സുകൾ, ദെൻ ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാംസ്, അതുപോലെ ലാംഗ്വേജ് സ്റ്റഡീസ്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് നോക്കാം, 1 by 1 ആയിട്ട് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ അതിൽ ആദ്യം ഞാൻ അവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റുകൾ ഞാൻ കണ്ടത് ബയോളജിക്കൽ സയൻസിലാണ്. ബയോളജി, അപ്പൊ നമ്മുടെ നാട്ടിൽ ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ബോട്ടണി, സുവോളജി, BSc ബോട്ടണി, BSc സുവോളജി, ഈ 2 സ്ട്രീമുകളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ബയോ കെമിസ്ട്രി ഉണ്ട്, BC, ദെൻ സെൻട്രൽ അനിമൽ ഫെസിലിറ്റി ഉണ്ട്, ദെൻ സെന്റർ ഫോർ എക്കോളജിക്കൽ സയൻസ് ഉണ്ട്, ദെൻ സെന്റർ ഫോർ ഇൻഫെക്ഷസ് ഡിസീസ് റിസർച്ച് നടക്കുന്നുണ്ട്, CIDR എന്ന് പറയും, പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനം ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. ദെൻ സെന്റർ ഫോർ ന്യൂറോ സയൻസ് വരുന്നു, ന്യൂറോ, ദെൻ മൈക്രോബയോളജി ആൻഡ് സെൽ ബയോളജി. ഈ മൈക്രോബയോളജിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. എന്താ കാര്യം? നമുക്കറിയാം, ഈ കൊറോണ പോലുള്ള വൈറസുകൾ വന്നപ്പോൾ അതിനെ ഡയഗ്നൈസ് ചെയ്യുക,
അതിനെ റെസിസ്റ്റ് ചെയ്യുക, അതുപോലെ പുതിയ ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുക, അങ്ങനെ പുതിയ ഒരുപാട് ഇവോൾവിംഗ് ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ മോളിക്കുലാർ ബയോഫിസിക്സ്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആസ്ട്രോബയോളജി എന്ന് പറഞ്ഞ പുതിയ ബ്രാഞ്ചുകളൊക്കെ വരുന്നു. ദെൻ മോളിക്കുലാർ റീപ്രൊഡക്ഷൻ, അതായത് സെല്ലുകളെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, നഷ്ടപ്പെട്ടു പോയ സെല്ലുകളെ റീജനറേറ്റ് ചെയ്യിപ്പിക്കുന്ന ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടൊക്കെ നമുക്ക് സ്വല്പം പൈസ ആക്സിഡന്റിലൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അത് റീജനറേറ്റ് ചെയ്യാനുള്ള ടെക്നോളജിയൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ബൈ റിസർച്ച് കേട്ടോ. അതുപോലെ തന്നെ ജെനറ്റിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ബയോളജിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകളാണ് വരുന്നത്. എല്ലായിട്ടിലും ഇന്റർനാഷണൽ ലെവലിലുള്ള എന്ത് നടക്കുന്നുണ്ട്, റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പിന്നെ എന്താ അട്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡൊമൈൻസിലെല്ലാം നിങ്ങൾക്ക് റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ശരിക്കും ബാംഗ്ലൂർ IISc. ഇന്റർനാഷണൽ ജേർണൽസിലൊക്കെ നിങ്ങൾക്ക് സയൻസ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്റർനാഷണൽ സെമിനാറുകളിൽ പങ്കെടുക്കാനുള്ള അവസരം, അങ്ങനെ എന്തൊക്കെയാണ് അവിടെ കിട്ടുന്ന അറിയാമോ? പക്ഷെ നമ്മളവിടെ എത്തണം, മനസ്സിലായോ നിങ്ങൾക്ക്? ദെൻ നമുക്കിനി കെമിക്കൽ സയൻസ് നോക്കാം. കെമിക്കൽ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരുന്ന കൺവെൻഷണൽ കോഴ്സുകൾക്കൊപ്പം തന്നെ ട്രെൻഡിങ് കോഴ്സുകൾ കൂടെ ചേരുന്നോടെ. ഞാൻ കെമിക്കൽ സയൻസിന്റെ ഒരു രസകരമായ ഒരു കാര്യം പറയാം. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ജോൺലാൽ അല്പസമയം കഴിയുമ്പോൾ നിങ്ങളെ കാണാൻ വരും കേട്ടോ. അദ്ദേഹം പറഞ്ഞ ഒരു വലിയ ഇന്നോവേഷൻ, നിങ്ങൾ മിന്നാമിനിങ് എന്ന് കേട്ടിട്ടില്ലേ? മിന്നാമിനിങ്ങിൽ മിന്നാനുള്ള കാരണം എന്താ? ലൂസിഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ നമ്മുടെ MIT മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലുള്ള ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ മിന്നാമിനിങ്ങിന്റെ ഈ ലൂസിഫറൈസ് എന്ന് പറഞ്ഞ എൻസൈമിനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? ചെടികളിൽ ഇഞ്ചക്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചറിയോ? നൈറ്റ് ടൈമിൽ ഈ ലൂസിഫറൈസ് എന്ന് പറഞ്ഞ എൻസൈം ഉപയോഗിച്ച് അവർ ഗ്ലോ ചെയ്യാൻ തുടങ്ങി. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, എന്തിനു വേണ്ടി? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ്. അപ്പൊ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് അതുപോലുള്ള പ്ലാറ്റ്ഫോം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് പറയുമ്പോൾ നമ്മൾ ആദ്യം MIT പറയുമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആരാ ചോദിച്ചാൽ നോ ഡൗട്ട് ഇറ്റ് ഈസ് ബാംഗ്ലൂർ IISc. ഇനി കെമിക്കൽ സയൻസിൽ ഇനോർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രിയെ കുറിച്ചുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. മെറ്റീരിയൽ റിസർച്ച് സെന്റർ ഉണ്ട്. മെറ്റീരിയൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മേഖലയാണ്. കാരണം ഹ്യൂജ് ഡെവലപ്മെന്റ്സ്, അതുപോലെ റിസർച്ചേഴ്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്ന മേഖലയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന സൈസാണോ നമ്മളിപ്പോൾ കാണുന്ന കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സിനും അല്ലെങ്കിൽ ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾക്കൊക്കെ സൈസൊക്കെ ഒരുപാട് കുറഞ്ഞില്ലേ? നാനോ ടെക്നോളജി ഒക്കെ വന്നല്ലോ. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ച് പഠിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ദെൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സ്ട്രക്ചറൽ കെമിസ്ട്രിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ സബ് ഡിവിഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. കാരണം ഏത് മേഖലയിലാണ് എൻ്റെ സ്കില്ലെന്ന് മനസ്സിലാക്കിയാൽ അവിടെ എത്താനുള്ള ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് കൺവെൻഷണൽ കോഴ്സുകളായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നുള്ള ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസിലോട്ട് വരാം. നോക്കാം. നിങ്ങൾ ബാംഗ്ലൂർ IIScയുടെ വെബ്സൈറ്റിൽ കയറണം. അതിൽ നോക്കിയാൽ എനിക്ക് വളരെ ലിമിറ്റഡ് കാര്യങ്ങളെ അറിയുള്ളൂ. പക്ഷെ നിങ്ങൾ ഏത് ബ്രാഞ്ച് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ മുകളിൽ നിങ്ങൾ ഇന്നോവേഷൻ നടത്തണം. അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോട്ട് വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓട്ടോമേഷൻ, ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് സിസ്റ്റം എഞ്ചിനീയറിംഗ്, അങ്ങനെ നീണ്ട നിര തന്നെ ഉണ്ട്. ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് പല ബ്രാഞ്ചുകളിലും ബേസ് ആണ്. നിങ്ങൾക്കറിയാം, ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡാറ്റ സയൻസ്, അതുപോലെ എഞ്ചിനീയറിംഗ് സെക്ടറിൽ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന റോബോട്ടിക് സയൻസ്, ഇതിൻ്റെയൊക്കെ ത്രെഡ് വരുന്നത് എവിടെ നിന്നാണ്? കമ്പ്യൂട്ടർ സയൻസ് എന്നാണ്. അതായത് നല്ല ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെങ്കിൽ അയാൾക്ക് ഈ മേഖലയിൽ എത്താൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് അടുത്ത മേഖലയിലേക്ക് പോവാം. മെക്കാനിക്കലിലേക്ക് വരുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും സബ് ഡിവിഷൻസ് ആണ്. പല ഡിപ്പാർട്ട്മെന്റുകളിലും ഞങ്ങൾ പോയി, പക്ഷെ എല്ലാ സ്ഥലത്തൊന്നും നമ്മളെ കടത്തി വിടുന്നില്ല. നമുക്ക് കണ്ടിട്ട് പോരാം, പുറത്തുനിന്ന് കണ്ടുപോരാം. പക്ഷെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ ആ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡിപ്പാർട്ട്മെന്റിനെ നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിയെങ്കിൽ നിങ്ങളൊരു ടൂറായിട്ടൊക്കെ ശരിക്കും നിങ്ങൾ ബാംഗ്ലൂർ IISc പോകണം. മെക്കാനിക്കലിലേക്ക് വരുമ്പോൾ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, AE. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്. കാരണം നിങ്ങൾക്കറിയാം, യൂറോപ്യൻസും അമേരിക്കൻസും അതുപോലെ റഷ്യൻസും ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ. സാറ്റലൈറ്റ്സ്, അതുപോലെ ഫ്ലൈറ്റുകൾ,
അതുപോലെ തന്നെ നമുക്ക് കമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളും ഒപ്പം പ്രൈവറ്റ് ജെറ്റുകൾ, അതൊക്കെ ഒരുപാട് സ്കോപ്പുള്ള ഫീൽഡാണ്. ഏവിയേഷൻ മേഖലയ്ക്ക് വരുമ്പോൾ ഏവിയോണിക്സ് കേട്ടോ. അതുപോലെ സെന്റർ ഫോർ അറ്റ്മോസ്ഫറിക് ആൻഡ് ഓഷ്യാനിക് സയൻസ്, സെന്റർ ഫോർ എർത്ത് സയൻസസ്, സെന്റർ ഓഫ് എക്സലൻസ് ഇൻ അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ആൻഡ് മെറ്റീരിയൽസ്, സെന്റർ ഫോർ പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ്, പ്രോഡക്റ്റ് ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ്, സെന്റർ ഫോർ സസ്റ്റൈനബിൾ ടെക്നോളജീസ്. ദെൻ കെമിക്കൽ ഓർഡിനറി കോഴ്സുകളായിട്ടുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ദിവേച്ച സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ നീണ്ടു പോകുന്നു. അല്ലെ, മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗിനാണ് ഞങ്ങളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആര് പഠിക്കുന്നത്? വിശാലൻ പഠിക്കുന്നത്. വിശാലൻ നിങ്ങളോട് സംസാരിക്കും കേട്ടോ. ഈ എപ്പിസോഡിൽ വിശാലൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ എപ്പിസോഡ് ലാസ്റ്റ് വരെ കാണണേ. ദെൻ നമുക്കിനി അങ്ങനെ കുറെ നീണ്ട നേരം തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ മാത്തമാറ്റിക്കൽ, ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, ഇതിനെക്കുറിച്ചൊക്കെ വലിയ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാംസിനെ കുറിച്ച് കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാംസ് അത് പല യൂണിവേഴ്സിറ്റികളും ഇല്ലാത്തൊരു അറേഞ്ച്മെന്റ് ആണ്, എസ്പെഷ്യലി ഇന്ത്യയിൽ. നമുക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇന്റർ ഡിസിപ്ലിനറി പ്രോഗ്രാംസ് ഉണ്ട്. ഇന്ത്യയിൽ അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ഓരോരോ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. സെന്റർ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അർബൻ പ്ലാനിംഗ്, CASTUP എന്ന് അതിന് പറയാം. അതുപോലെ രണ്ടാമത് സെന്റർ ഫോർ ബയോസിസ്റ്റം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, then Center for Society and Policy, then Center for Nanoscience and Engineering, Department of Computational and Data Science, Department of Management Studies. കണ്ടോ, ബാംഗ്ലൂർ IISc എന്ന് പറയുമ്പോൾ വെറും സയൻസ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, മാനേജ്മെന്റ് സ്റ്റഡീസ് ഉണ്ട്. then Interdisciplinary Center for Energy Research. നിങ്ങൾക്കറിയാം ഈ ഹൈ എനർജി പാർട്ടിക്കിൾസ് ഒക്കെ ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്ന ഫീൽഡ് നിങ്ങൾക്ക് അറിയാമോ? നമുക്കറിയാം ഹൈ എനർജിയുള്ള പ്രോട്ടോൺസ്, ഹൈ എനർജിയുള്ള ഇലക്ട്രോൺസ്. നമുക്ക് പാർട്ടിക്കിൾ ആക്സലറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. ദെൻ വാട്ടർ മാനേജ്മെന്റ്, വാട്ടർ റിസർച്ച്, ICWAR എന്ന് പറയും. അതുപോലെ തന്നെ റോബോട്ടിക് ബോട്ട് സെന്റർ ഫോർ സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ്. ദെൻ സൂപ്പർ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, ഇതെല്ലാം ഈ ക്യാമ്പസിനകത്തുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇനി എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ടെക്നോളജി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് ക്യാമ്പസ് ഒന്ന് കാണാം കേട്ടോ. നിങ്ങളുടെ ഈ പ്രായത്തിൽ സ്കൂൾ ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവ് ലേണിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ് പ്രോഗ്രാംസ്, AAP പ്രോഗ്രാം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർസിനെ കുറിച്ച്, സണ്ണിനെ കുറിച്ച്, അതർ പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്താ, നിങ്ങൾ AAP പ്രോഗ്രാമിൽ ചേരും. ദെൻ സെന്റർ ഫോർ ക്രയോജനിക് ടെക്നോളജി, കേട്ടിട്ടുണ്ടോ? ക്രയോജനിക്സ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഡീൽസ് വിത്ത് വെരി ലോ ടെമ്പറേച്ചർ ക്രയോജനിക്സ്. ക്രയോജനിക് എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ ഡെവലപ്പ് ചെയ്ത ക്രയോജനിക് എഞ്ചിൻ. ദെൻ സെന്റർ ഫോർ ഹൈ എനർജി ഫിസിക്സ്, CHEP എന്ന് പറയും. അതെന്താ അറിയാമോ നിങ്ങൾക്ക്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നത് ന്യൂക്ലിയർ ഫിസിക്സ്, ന്യൂക്ലിയർ കെമിസ്ട്രി ഫീൽഡിലാണ്. അപ്പോൾ അവിടെ ഈ ആറ്റംസ്, മോളിക്യൂൾസ് അവരൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂഷ്വലി സബാറ്റോമിക് പാർട്ടിക്കിൾസുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യും. അപ്പോൾ ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസിന് ഹൈ എനർജി നമ്മൾ കൊടുക്കണം. ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും സൈക്ലോട്രോൺ, അതുപോലെ സിൻക്രാട്രോൺ, അങ്ങനെയുള്ള അറേഞ്ച്മെന്റുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം. നമ്മൾ പ്ലസ് ടുവിലൊക്കെ അത് കേൾക്കുമെങ്കിലും നമുക്ക് കാണാനുള്ള ഭാഗ്യം ഒരുപക്ഷെ ഈ ടൈപ്പ് യൂണിവേഴ്സിറ്റികളിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ ഇൻസ്ട്രുമെന്റേഷൻ, അപ്ലൈഡ് ഫിസിക്സ്, IAP പ്രോഗ്രാം എന്ന് പറയും. പിന്നെ നമ്മൾ സാധാരണ പറയണ മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ളവർക്ക് മാത്സ് പഠിക്കാം, ഫിസിക്സ് ഇഷ്ടമുള്ളവർക്ക് ഫിസിക്സ് പഠിക്കാം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ലാംഗ്വേജ് പഠിക്കണോ, ജർമ്മനോ റഷ്യനോ ഒക്കെ പഠിക്കാം, അതിനുള്ള അറേഞ്ച്മെന്റ് പോലും അവർ ഓഫർ ചെയ്യുന്നു. അത് എന്തിനായിരിക്കും അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞു, ദെൻ PG കഴിഞ്ഞു, ദെൻ നിങ്ങൾ ഫ്യൂച്ചർ റിസർച്ചിനൊക്കെ പോകുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ അമേരിക്കയോ റഷ്യയൊക്കെ ഓപ്റ്റ് ചെയ്യാം. കാരണം ഒരുപാട് ഫണ്ടിങ് ഉണ്ട് അവിടെ. നിങ്ങൾക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള അവസരം ജപ്പാൻ, ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് കൂടെ അറിയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം അവരെല്ലാം അവരുടെ റിസർച്ച് പ്രോഗ്രാംസ്, റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ മെയിൻലി ഒരു റീജിയണൽ ലാംഗ്വേജിലാണ് ചെയ്യുക. അതുകൊണ്ട് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുള്ള ചാൻസ് കൂടെ ഉണ്ട്? ലാംഗ്വേജ് പഠിക്കാനുള്ള അവസരം കൂടെ ബാംഗ്ലൂർ IISc ഓഫർ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ബാംഗ്ലൂർ IIScയിൽ എങ്ങനെ എത്താം? ഒരുപാട് വഴികളുണ്ട്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സബ്ജക്റ്റിനെ സ്നേഹിച്ച് പഠിക്കുക.
10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ് വരെയും 10ാം ക്ലാസ്സിന് ശേഷവും 11th 12th പഠിക്കുമ്പോൾ നിങ്ങൾക്ക് KVPY എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. KVPY, കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന. നിങ്ങൾ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എഴുതാം, ദെൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എഴുതാം. ആ സ്ട്രീമുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്കത് വിശാലനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ദെൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത്, അതായത് +2 കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും കോളേജുകളിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ IIScയിൽ അതായത് നിങ്ങൾക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള ചാൻസ് കിട്ടും. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം JEE മെയിൻ, JEE എന്ന് കേട്ടില്ലേ, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടും നമുക്ക് എവിടെ എത്താൻ പറ്റും? ബാംഗ്ലൂർ IISc എത്താം. അതുപോലെ തന്നെ നീറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസ് MBBS എഴുതുന്നതാണ് നമ്മൾ പറയാം. പക്ഷെ നീറ്റ് എക്സാമിനേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് എവിടെ എത്താം? യെസ്, ബാംഗ്ലൂർ IIScയിൽ എത്താം. അപ്പോൾ ഒരുപാട് വിൻഡോസ് നിങ്ങൾക്ക് ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു സിംഗിൾ ഡൊമൈനിലൂടെ മാത്രമല്ല നിങ്ങൾ അവിടെ എത്തുന്നത്. ഓക്കെ, ദെൻ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യും കേട്ടോ. അതായത് ഞാനിങ്ങനെ ഡോക്യുമെന്റേഷൻ പോലെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികളെ ഞങ്ങൾ അവിടെ കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ സ്വന്തം സ്റ്റുഡൻ്റ് ഉണ്ട്, വിശാലൻ. ഇപ്പൊ വിശാലൻ ഞങ്ങളെ അവിടെ എത്തിയപ്പോൾ അവനൊരു സൈക്കിളിലൊക്കെ വന്ന് കാരണം അവന് സൈക്കിൾ ഉണ്ട്. എന്തിനാ അറിയോ? ക്യാമ്പസ് ചുറ്റി കറങ്ങാൻ വേണ്ടി. ഒരു ഡിപ്പാർട്ട്മെന്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്താൻ കിലോമീറ്റേഴ്സ് ഉണ്ട് ക്യാമ്പസിനകത്ത്. അപ്പോൾ സൈക്കിളിൽ വന്ന് വിശാലൻ ഞങ്ങളെ സ്വീകരിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അവൻ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവന്റെ വാക്കുകളിലൂടെ തന്നെ, ഞാനല്ല ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ആരറിയാമോ? ഡോക്ടർ ജോൺലാൽ അറൌണ്ട് 40 പേപ്പേഴ്സ്, അതായത് ബയോ കെമിസ്ട്രിയിൽ അറൌണ്ട് 40 പേപ്പേഴ്സ് ഇന്റർനാഷണൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡോക്ടർ ജോൺലാൽ ആണ് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അദ്ദേഹം നമ്മുടെ ബാംഗ്ലൂർ IISc കുറിച്ചൊരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം, ആരും എസ്കേപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക്, ഞാൻ ഉദ്ദേശിച്ചത് മെയിൻലി ലോവർ ക്ലാസ്സുകളിലേക്ക്, 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കണം. ബാംഗ്ലൂരിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും, ശരിക്കും 10ാം ക്ലാസ് വരെ പഠിക്കാനേ നമ്മൾ പൈസ ചിലവാക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾക്ക് 11th 12th അത് കഴിഞ്ഞിട്ടുള്ള ഈ ഡിഗ്രി PG റിസർച്ച് പ്രോഗ്രാംസിനൊക്കെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. സ്കോളർഷിപ്പോടെ പഠിക്കാൻ പറ്റും. പല കുട്ടികളും വിചാരിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ബാംഗ്ലൂർ IISc. അല്ല മക്കളെ, നമുക്ക് നഴ്സറി ക്ലാസ്സിൽ പഠിക്കാനുള്ള പൈസ പോലും ആവശ്യമില്ലേ ബാംഗ്ലൂർ IISc പഠിക്കാൻ. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇനി ദ വേൾഡ് ഓഫ് IIScയിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ ഏത് വർഷം അഡ്മിഷൻ എടുത്തത്? 2018 ജോയിൻ ചെയ്തു. ഇവിടെ വന്നപ്പോൾ കാരണം IIT, NIT,
ഒരുപക്ഷെ മെഡിക്കൽ സ്റ്റഡീസ് അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തോ ഫീൽ ചെയ്തു? ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം എന്താ ചെയ്യുന്ന അറിയുന്നില്ല. അപ്പോൾ ആദ്യമേ ഓപ്ഷൻ കിട്ടി ഇവിടെ വരണോ അതോ അല്ല IIT അങ്ങനെ പോകണമെന്ന് വിചാരിച്ചു. പിന്നെ പ്യൂർ സയൻസിനോട് താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ അവിടേക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഹാപ്പിയാണ്? ഇപ്പം ഹാപ്പിയാണ്. ഇപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഫസ്റ്റ് ഇയർ പഠിച്ചത്? ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഹ്യൂമാനിറ്റീസ്, പിന്നെ കുറച്ച് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഉണ്ടായി. ഹ്യൂമാനിറ്റീസ് എന്താ പഠിച്ചത്? ഹ്യൂമാനിറ്റീസ് അതൊരു വലിയ റേഞ്ച് ഓഫ് ടോപ്പിക്സ് ആയിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉണ്ടായത് ഗവേണൻസ്. സയൻസോട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഉണ്ട്. ബേസിക്കലി ഞങ്ങൾ അതിൽ ആദ്യമായി പഠിപ്പിക്കുന്നത് സയൻസ് എങ്ങനെ ബാക്കിയുള്ള മാസസിനോട് അറിയിക്കും അങ്ങനെയൊക്കെയാണ്. ഇൻ്റഗ്രേഷൻ ആണ് അത് ചെയ്തത്. അതെ. ലാംഗ്വേജസ് ഉണ്ട് അവിടെ? ലാംഗ്വേജ് വേണമെങ്കിൽ സ്റ്റഡി ചെയ്യാം. റഷ്യൻ ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, പിന്നെ കന്നഡ വേണമെങ്കിൽ പഠിക്കാം. റഷ്യൻ നോക്കാൻ വിചാരിച്ചു, പിന്നെ ഉറപ്പിച്ചിട്ടില്ല, ചിലപ്പോൾ അടുത്ത സെമസ്റ്റർ എടുത്ത് വരും. പിന്നെ ബാക്കി സയൻസ് സബ്ജക്ട് ഏതൊക്കെയായിരുന്നു? സയൻസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ആദ്യത്തെ 3 സെമസ്റ്റർ എല്ലാം ഉണ്ട്. കെമിസ്ട്രി മാത്സിൻ്റെ കൂടെ ബയോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ബയോളജിയിൽ എന്തെങ്കിലും വർക്ക് ചെയ്തോ? എക്സ്ട്രാ വർക്ക് എന്തെങ്കിലും? അതെ, ആദ്യത്തെ ഒരു ഇയർ ഞാൻ ബേസിക്കലി ആദ്യം ബയോളജി എടുക്കാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ആദ്യത്തെ ഇയർ പ്രൊജക്റ്റ് ഒക്കെ ബയോളജി ആയിരുന്നു. എന്തോ പ്രൊജക്ട് ചെയ്തത്? മൈക്രോബയോളജി ആയിരുന്നു മെയിൻ ടോപ്പിക്. എന്താ മൈക്രോബയോളജിയിലോട്ട് പോയത്? അത് ആ സമയത്ത് വളരെ ജിജ്ഞാസ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു മാത്തമാറ്റിക്സുകാരൻ മൈക്രോബയോളജിയിലേക്ക് വരാനുള്ള കാര്യമാണ് ചോദിച്ചത്. അതെ, അത് ആക്ച്വലി കുറേ പാരൽസ് ഉണ്ട്, റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. എന്തെങ്കിലും വർക്ക് ചെയ്തോ? അതെ, അതിൻ്റെ ഞങ്ങളൊരു ബേസിക്കലി ഒരു പ്രൊജക്റ്റ് വെച്ചൊരു ബേസിക്കലി മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു, കോ കൾച്ചേഴ്സിന് വേണ്ടി. ഒരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു, കോ കൾച്ചേഴ്സ് എങ്ങനെ റെഗുലേറ്റ് ചെയ്ത് ഗ്രോ ചെയ്യാൻ വേണ്ടി. രണ്ട് തരത്തിലുള്ള ബാക്ടീരിയ. അതെ, അങ്ങനെ കാലത്ത് സക്സസ്ഫുൾ ആയി നടന്നു. എന്തായിരുന്നു ഫൈൻഡിങ് അതിൻ്റെ? അപ്പോൾ ഞങ്ങൾ ബേസിക്കലി ഒരു എക്സ്ട്രാ DNA ഒരു കഷ്ണം ഞങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യും, ആൻഡ് അതിനെ ഞങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കും. അതെ, മൈക്രോബയോളജിക്കൽ ബയോടെക്നോളജിക്കൽ അപ്രോച്ച്. അപ്പോൾ എന്താ ഫൈൻഡിങ് വന്നതിനകത്ത്? ഞാൻ ബേസിക്കലി ഇപ്പോൾ 2 തരം ബാക്ടീരിയനെ ഒരുമിച്ച് വളർത്താൻ പറ്റും, വേണ്ട രീതിയിൽ വേണ്ട സ്പീഡിൽ വളർത്താൻ പറ്റുന്നതാണ്. ഇൻഡസ്ട്രിയലായിട്ട് എന്താ നേട്ടം? അത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പല പ്രൊഡക്ട്സ് ഉണ്ട് നമ്മൾ ഡെയിലി ടു ഡേ ഉപയോഗിക്കുന്ന ഐറ്റംസ്, അതിനൊക്കെ ഇതിന് ഉപയോഗിക്കാം. പിന്നെ കുറെ ഫാർമസ്യൂട്ടിക്കൽ യൂസസ് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ വലിയ ആപ്ലിക്കേഷൻ എത്തുന്നതാണ്. ഒരു ബേസിക് സയൻസ് ആണെങ്കിലും ആപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട്. അതെ. ഓക്കെ, അതിനുള്ള ഇൻസ്ട്രുമെന്റ് എന്തൊക്കെയാണ് യൂസ് ചെയ്തത് നമ്മൾ ബയോടെക്നോളജി വർക്കിന് വേണ്ടി, മൈക്രോബയോളജി വർക്കിന് വേണ്ടി? ഓക്കെ, അത് ആക്ച്വലി പറയുന്നത് കുറേ ഉണ്ട്. ബേസിക് ലാബ് എക്യുപ്മെന്റിനെ കുറേ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ സാധാ പിപ്പറ്റ് മുതൽ അവിടുത്തെ മൈക്രോസ്കോപ്പി എക്യുപ്മെന്റ് മൊത്തം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ. ഓക്കെ, ആ സമയത്ത് ഫിസിക്സ് അതൊക്കെ എന്തായിരുന്നു ചെയ്തത്? ഫിസിക്സിൽ ഞങ്ങൾക്ക് ലാബ് വർക്ക് ഉണ്ടായിരുന്നു കുറേ. തിയറി മാത്രമായിരുന്നോ അതോ? അല്ല, തിയറി ഉണ്ട്, ലാബ് വർക്ക് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവലിൽ വല്ലതും കൊണ്ടുപോകാൻ പറ്റിയോ? പ്രൊജക്റ്റ് ആയിട്ടില്ല, എന്നാലും ഞങ്ങൾ സൈഡ് പ്രൊജക്റ്റ് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കുറച്ച് നടന്നിരുന്നു. അങ്ങനെ. എന്തൊക്കെയായിരുന്നു കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞാൽ? അതെന്ന് വെച്ചാൽ ബേസിക് എക്സ്പീരിയൻസ് കുറച്ചുണ്ടായി, അത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ പോണു. അത് തന്നെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ അതുപോലെ തന്നെ പറയാം. പുതിയ ഫിസിക്സിൽ പുതിയത് എന്തെങ്കിലും പഠിക്കാൻ പറ്റും? ഞങ്ങൾക്ക് ഇപ്പോൾ കുറേ ക്വാണ്ടം ഫീൽഡിൽ കുറേ പഠിക്കാണ്ടായിരുന്നു സെക്കൻഡ് ഇയർ വെച്ച്, അതൊക്കെ പുതിയ അനുഭവമാണ്. മാത്തമാറ്റിക്സിൻ്റെ എന്തെങ്കിലും ഒരു നമ്മൾ പഠിച്ച ഇതിനകത്തുള്ള നമ്മൾ പഠിച്ച മാത്സ് നമ്മൾ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ലെവലിലേക്ക്? ഓക്കെ, അത് ആക്ച്വലി നൈസ് ആയിരുന്നു. ഞങ്ങൾക്ക് 3rd സെമസ്റ്ററിൽ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായി. സ്കൂളിൽ പഠിച്ച പ്രോബബിലിറ്റി വളരെ എളുപ്പമായിരുന്നു, വലിയ പണിയില്ല. ഇപ്പൊ കുറച്ചും കൂടി കൗണ്ടർ സയൻസ് ആണ് പഠിച്ചു. സ്റ്റാറ്റിസ്റ്റിക്കൽ ലെവലിലാണോ? അതെ, അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ്. ഡാറ്റ അനാലിസിസ് സ്റ്റഡി വല്ലതും ഉണ്ടായിരുന്നു? അത് സ്റ്റാറ്റിസ്റ്റിക്സിനൊപ്പം വരും. ഇനി വരത്തേ ഉള്ളൂ. അതെ, ഇപ്പം മാത്തമാറ്റിക്സ് പഠിച്ചത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, ഇപ്പോഴത്തെ ഞാൻ 3 സെമസ്റ്റർ പഠിച്ചിട്ടുള്ള മേലേക്ക്, അപ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഫീൽഡ് ആവശ്യം വരും ഇടയ്ക്കിടയ്ക്ക്. സ്കൂളിൽ പഠിച്ചതിനേക്കാളും ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. ഒരുപാട് നമ്മൾ പോയിട്ടുണ്ട്. അതെ, ഇപ്പം നമുക്ക് മാത്സിന്റെ ഒരു 2 ഡയമെൻഷനിൽ പഠിച്ചതിനെ 3 ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ സ്കൂളിൽ നമ്മൾ 1+1 = 2 പഠിച്ചു, അത് നമ്മൾ അസീമിയാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ പ്രൂഫ് വരെ ഞങ്ങളിപ്പോൾ പഠിപ്പിച്ചു തന്നുണ്ട്. ഇവിടുത്തെ സയന്റിഫിക് സെമിനാറുകളൊക്കെ എങ്ങനെയാണ്? അത് ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് ഓരോ ലെക്ചേഴ്സ് വരും, അത് ഇടയ്ക്ക് ഓരോന്ന് അവരുടെ ഇൻട്രസ്റ്റൽ ടോപ്പിക്കിനെ പറ്റി പറയും. അപ്പോൾ നമുക്ക് പുതിയ വ്യൂ ആണ് ടോപ്പിക്കിനെ പറ്റി. എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ ഉണ്ടോ? അതെ, ഞങ്ങളെ ഫീൽഡ് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് IVകളൊക്കെ ഉണ്ട്. എവിടെയാ പോവാ നമ്മള്? ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ടാറ്റയുടെ ഒരു സ്റ്റീൽ പ്ലാന്റിൽ പോയിണ്ടായി. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫാബ്രിക്കേഷൻ സ്ഥലത്തൊക്കെ അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ? ഇത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പഠിക്കാൻ പോകാനുണ്ട്. അല്ലാതെ കോഴ്സിനിടയിൽ നമുക്ക് വെളിയിലോട്ട് പ്രൊജക്ട് വർക്കായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പുറത്തായിട്ട്. ഒരു കാനഡയിൽ ഒരു ഇന്റേൺഷിപ്പ് ആൾക്കാർ പോയിരുന്നു ഇടയ്ക്ക് വെച്ച്.
പിന്നെ യൂറോപ്പിലാണ് പോയിരുന്നത്. കമ്പ്യൂട്ടർ സയൻസിനകത്തേക്ക് എങ്ങനെയാണ് ഡാറ്റ അനാലിസിസ്, ഡാറ്റ സയൻസ് അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടോ? അതെ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് ഇവിടെ ഏത് കോഴ്സ് എടുക്കാൻ പറ്റും ഇതിൻ്റെ ഒപ്പം തന്നെ. അല്ല ചെയ്യുന്നുണ്ടോ? അപ്പോൾ ചെയ്തോ നമ്മൾ? അതെ, ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്, ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞിട്ട്. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അത് ഡാറ്റ മൈനിങ് എന്ന് പറയാമോ? അത് ബേസിക്കലി നമ്മൾ യൂസിന് വേണ്ടി ഡാറ്റനെ കളക്ട് ചെയ്യണം, അതിനെ പറ്റി പറഞ്ഞാൽ ആർക്ക് വേണ്ടി? ഓരോരോ യൂസിന് വേണ്ടി അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. ബേസിക്കലി നമുക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ആദ്യത്തെ ഒരു കൊല്ലം ഞങ്ങൾക്ക് കോഡിങ് ക്ലാസ് ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഇഷ്ടമുള്ള എടുക്കാൻ പറ്റും. എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാ കോഴ്സും അവൈലബിൾ ആണ്. ഏതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാം, അത് ഫോളോ ചെയ്യാം. അങ്ങനെ നമ്മളൊരു ഡെവലപ്മെന്റ് ഈ ക്യാമ്പസിൽ വന്നപ്പോൾ ഉണ്ടായി. അതെ, ഉണ്ടായി. ഇനി ഈ അടുത്ത പ്രൊജക്റ്റിൽ മീൻസ് അടുത്തിനി എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്ത് ഇതിൻ്റെ അകത്ത് തന്നെ എന്തൊക്കെയുള്ള വർക്കുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇനി ഞങ്ങൾക്കൊരു ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അത് മിക്കവാറും മൈക്രോസ്കോപ്പിയുടെ ഫീൽഡിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. മൈക്രോസ്കോപ്പി? അതെ, അത് മെറ്റീരിയൽസ് ആയിട്ട് വളരെയധികം റിലേറ്റഡ് ആയ ഫീൽഡാണ്. മീൻസ് ഏത് മൈക്രോസ്കോപ്പിയാ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഏത് മൈക്രോസ്കോപ്പിയാ? അത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്, ആണ് ഇപ്പോൾ കറന്റ് എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് TM എന്ന് പറഞ്ഞാറുണ്ട്, ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ടണലിംഗ്, യെസ്. പിന്നെ AF എന്ന് പറഞ്ഞിട്ടുണ്ട്, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പ്. അതൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത്? അതൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഫോഴ്സ് മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത്? അത് ഞങ്ങൾ മെറ്റീരിയൽ സയൻസിൽ കുറേ ആവശ്യമുണ്ട്. അപ്പോൾ ഓരോ മെറ്റീരിയൽ എടുക്കും. നിങ്ങൾ പ്ലസ് ടുവിൽ പഠിക്കാത്ത ഒരു ഏരിയ ആണ്. അതെ, നമുക്ക് ചെറിയ ഇൻട്രഡക്ഷൻ കിട്ടും, അത്രേ ഉള്ളൂ. മൈക്രോസ്കോപ്പ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഇപ്പോൾ SEM ഉണ്ട്, TEM ഉണ്ട്, STEM ഉണ്ട്, AFM ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഏതാ ഉള്ളത്? ഇപ്പോൾ ഏറ്റവും നല്ലത് ഇവിടുത്തെ AFM ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു പുതിയ വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചൊന്ന്? കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന് വേണ്ടി മാത്രം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട്. നമുക്കത് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ലല്ലോ കമ്പ്യൂട്ടർ സയൻസ്? ഇല്ല, ഞാൻ ആക്ച്വലി 11th 12th കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാണ്, അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജൂനിയേഴ്സിനോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ എല്ലാവരും IIT-യിലേക്കും ഒരുപാട് പേര് NIT-യിലേക്കും ഒക്കെ പോകാനുള്ള ആഗ്രഹമാണല്ലോ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റഡീസ്. അപ്പോൾ ഈ ക്യാമ്പസിലേക്ക് അവരോട് എന്താ പറയാനുള്ളത്? അത് ബേസിക്കലി അവർ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. സയൻസിലോട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ബേസിക് സയൻസിലേക്ക്? അതെ, അതിന് നമുക്ക് ഇൻഡസ്ട്രിയൽ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ. യെസ്, അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ IIScയുടെ ക്യാമ്പസിലൂടെ യാത്ര ചെയ്ത പോലെ ഒരു ഫീൽ കിട്ടിയല്ലോ. ഞങ്ങളിപ്പോൾ കാണിച്ചത് അതിൻ്റെ ഒരു 0.1% കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങൾ അതിനകത്ത് പോയി എന്ത് കാണണം? ശരിക്കും നിങ്ങൾ കാണണം, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ തന്നെ KVPY എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതാ നിങ്ങൾക്കൊരു ചാർട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു, നോക്കൂ. അതായത് എങ്ങനെയാണ് ബാംഗ്ലൂർ IIScയിൽ എത്താൻ കഴിയുക, അവിടെ നടക്കുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, ദെൻ നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഫ്ലോ ചാർട്ടാണിത്. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ട് നിങ്ങൾ എടുത്തു വെക്കണം, നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം, കാരണം നിങ്ങളിത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു പുതിയ കോളേജ് അല്ലെങ്കിൽ പുതിയ ഒരു കോഴ്സുമായിട്ട് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.